ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ കോംബോ മേളയാണ്. കോംബോ മേളയിൽ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ കളക്ഷൻസാണ് എല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഏതൊക്കെ പ്ലാന്റ്സ് വേണമെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് വരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ബാൽസം പ്ലാന്റ് ആണ് വരുന്നത്. 10 കളറിന് 280 രൂപ മാത്രമേ വരുന്നുള്ളൂ. നല്ലൊരു അടിപൊളി കോംബോ ആണ്. നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മളിതിൽ കൊടുക്കുന്നത്. ജിഫി ബാഗിലാണ് ഇതിൻ്റെ റൂട്ടഡ് പിടിപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. കാരണം 10 കളറാണ്, 10 വെറൈറ്റീസ് ആയിട്ടുള്ള കളേഴ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒട്ടും മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങുക. നമ്മുടെ ഈ ഒരു ചെടിക്ക് അധികം വെയിൽ കാര്യങ്ങളൊന്നും പറ്റില്ല. ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും വേണം. ഇളം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഈ ഒരു പ്ലാന്റ് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പോട്ടി മിക്സിൻ്റെ കൂടെ സാഫ് ഇത് ഉപയോഗിച്ച് കൊടുക്കണം ഈ ഒരു പ്ലാന്റിന് വേണ്ടിയിട്ട്. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ബാൾസം എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത പ്ലാന്റ് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ് ആണ് വരുന്നത്. 12 വെറൈറ്റീസിന് 300 രൂപയാണ് വരുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 12 വെറൈറ്റീസിന് 300 രൂപയാണ്. 300 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഈ ഒരു കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കളക്ഷൻസാണ് ഈ ഒരു ഫിറ്റോണിയുടെ 12 വെറൈറ്റീസിൽ വരുന്നത്. ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഗ്രീനും റെഡും ആണ് വരുന്നത് ഈ ഒരു പ്ലാന്റ്സിൽ വരുന്നത്. എല്ലാ ഷെയ്ഡ് വരുന്ന ടൈപ്പാണ്. വൈറ്റ് ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും ഒക്കെ ഉള്ള ഒരു പ്ലാന്റ്സിൽ പെടുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഈ ഒരു ഫിറ്റോണിയ എന്ന് പറയുന്ന ഈ ഒരു ചെടികൾ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസാണ് ഞാനിപ്പോൾ എടുത്ത് കാണിച്ചിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അയക്കുന്നത്. നോക്ക്, ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. അപ്പോൾ ഈ ഒരു 12 കളറിന് വെറും 300 രൂപയുള്ളൂ. ഒട്ടും മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങുക. നല്ല അടിപൊളി കോംബോ ആണ് കൊടുക്കുന്നത്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാഞ്ചിയ ആണ്. ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. 6 കളറുകളായിരുന്നു മുമ്പ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൊടുക്കുന്നത് 4 കളറുകളാണ്. 4 കളറിന് വെറും 260 രൂപ മാത്രമേ വരുന്നുള്ളൂ. നല്ലൊരു അടിപൊളി കോംബോ ആണ്. ഈ ഒരു കോംബോ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. നമ്മൾ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ കൊള്ളാവുന്നൊരു ചെടിയാണ് നമ്മുടെ ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റ്. വളരെ ചെറുതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവും. ഹൈബ്രിഡ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. ഈ ഒരു വലുപ്പത്തിൽ തന്നെ നമുക്ക് ഫ്ലവർ ഉണ്ടാകും. അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആണ് വരുന്നത്. 6 കളറിന് 380 രൂപ മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ സാധാരണ നഴ്സറിയിലൊക്കെ ഒന്ന് പോയി നോക്കിയാൽ അറിയാം, ഒരു പ്ലാന്റിന് വരുന്ന 80 രൂപയൊക്കെയാണ് ചില പ്ലാന്റ്സിന് വരുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ആഫ്രിക്കൻ വയലറ്റിൻ്റെ ചില കളക്ഷൻസിന് വരുന്നത് 80 രൂപയാണ്. പോട്ടിൽ വരുന്നതിനാണ് അത്യാവശ്യം റേറ്റ് കൂടിയ ചെടിയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളാം. 6 കളറിന് 380 രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ചാൻസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളാം. പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഇൻഡോർ ആയിട്ട് വളർത്തുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റില്ല. ഔട്ട്ഡോർ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യരുത്. അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമേലിയ പ്ലാന്റ് ആണ് വരുന്നത്. 440 രൂപയ്ക്ക് 4 കളറുകളാണ് വരുന്നത്. നല്ല അടിപൊളി കോംബോ ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു കമേലിയ പ്ലാന്റ് എന്ന് പറയുന്നത്. അങ്ങനെയൊന്നും പെട്ടെന്ന് നമുക്ക് കിട്ടില്ലാത്തൊരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു കമേലിയ പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ചെടി നമുക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ഒരു ചെടിയല്ല ഈ ഒരു കമേലിയ ചെടികൾ എന്ന് പറയുന്നത്. നമുക്ക് പുറം നാട്ടിൽ നിന്നാണ് ഈ ഒരു ചെടി നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങി നട്ടു വെക്കുക. കാരണം അത്രയ്ക്കും ഭംഗിയുള്ള ഒരു ഫ്ലവറാണ് ഇതിന് ഉണ്ടാവുക കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല രസമാണ് കാണാനായിട്ട്. ഒരുപാട് നല്ല കട്ടിയുള്ള ലീഫാണ് ഇതിനുള്ളത്. പെട്ടെന്ന് അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും വരില്ല. നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമല്ലോ എന്ന് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു ചെടിയും കൂടിയാണ്. ഏത് കാലാവസ്ഥയിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയൊരു ചെടിയാണ് നമ്മുടെ കമേലിയ എന്ന് പറയുന്ന ഈ ഒരു ചെടി. അത്യാവശ്യം നല്ല നനവോട് കൂടി ഇരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് നമ്മുടെ ഈ ഒരു ചെടി വളർത്തിയെടുക്കാവുന്നതാണ്. ഈ വരുന്നത് ഇവിടെയുള്ള ചെടീൻ്റെ വലിയ സൈസാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല പൂക്കളാക്കി ആയിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പൂക്കളാണ്. നല്ല റോസാ ചെടികൾ പോലെ ഇരിക്കുന്ന ഫ്ലവറാണ് ഇതിനുണ്ടാവും. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഡാർക്കായിട്ടുള്ള റെഡാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കമേലിയ പ്ലാന്റിൻ്റെ വലിയ ചെടി എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം വലിപ്പം വെക്കുന്നൊരു ചെടിയാണ്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ്. ഇത് പെട്ടെന്ന് വളർന്ന് കിട്ടാൻ നമുക്ക് ഒരുപാട് പാടാണെങ്കിലും വളർന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചെടികൾ ഈ ഒരു ചെടിയിൽ നിന്ന് ഒരുപാട് ഫ്ലവർ നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും. അത്രയ്ക്കും ഭംഗിയാണ് ഈ ഒരു ചെടി കാണാനായിട്ടായാലും. ഇതിൻ്റെ ഫ്ലവറൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, എന്ത് രസമല്ലേ. ഇതിപ്പോൾ മഴ ആയതുകൊണ്ടാണ് കുറച്ച് പൂക്കളൊക്കെ പൊഴിഞ്ഞ് കിടക്കുന്നത്.
അപ്പോൾ അടുത്ത നമ്മുടെ പ്ലാന്റ് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് വരുന്നത്. 250 രൂപയ്ക്ക് 5 കളറുകളാണ് കൊടുക്കുന്നത്. നല്ല ഒരു അടിപൊളി കോംബോ ആണ് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്. നമുക്ക് ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയുമാണ്, അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയുന്ന ഈ ഒരു ചെടി. അപ്പോൾ നമുക്കിതൊരു വള്ളിച്ചെടിയായിട്ട് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് വരുന്നത്. 190 രൂപയ്ക്ക് 6 കളറുകളാണ് കൊടുക്കുന്നത്. നല്ലൊരു അടിപൊളി കോംബോ ആണ് കേട്ടോ. ഒട്ടും മിസ് ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. നമുക്ക് ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ്, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് നല്ല രസമാണ് ഈ ഒരു ചെടിയിൽ ഫ്ലവർ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. 190 രൂപ മാത്രമേ ഈ ഒരു പ്ലാന്റിന് വരുന്നുള്ളൂ. നമ്മുടെ ഈ ഒരു ക്രിസ്മസ് കാറ്റസ് നമുക്ക് എല്ലാ ചെടികളും പോലെയല്ല, കുറച്ച് വെറൈറ്റി ആയിട്ട് വരുന്നൊരു ഇനമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡോറായിട്ടും അതുപോലെ തന്നെ ഔട്ട്ഡോറായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റ്. ഇതിന് അത്യാവശ്യം നല്ല നനവോട് കൂടി തന്നെ ഇരിക്കണം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താലും ചീഞ്ഞു പോകും. അപ്പോൾ ഒരു മിനിമം വെള്ളം എപ്പോഴും ഈ ഒരു പ്ലാന്റിന് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് ആണ് വരുന്നത്. 10 വെറൈറ്റീസിന് 370 രൂപ മാത്രമേ വരുന്നുള്ളൂ. നല്ലൊരു അടിപൊളി കോംബോ ആണ് ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ചെടി. നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. ചിലതിലൊക്കെ ഫ്ലവർ ആയിട്ടുണ്ട്, ചിലതിലൊക്കെ ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഫ്ലവറൊക്കെ ആയി കിട്ടുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെടി മതി, നമുക്കൊരു ഒരു കൊമ്പ് മതി, നമുക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വലിയ ചെടിയാക്കി എടുക്കാനായിട്ട്. ഒരു ചെടി നിറച്ചുണ്ടാകുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഒരുപാട് പൂക്കൾ വരുന്നൊരു ചെടിയും കൂടിയാണ് ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ചിലതിലൊക്കെ ഫ്ലവർ ആയിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള 10 വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് എന്ന് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റില്ല, ഒരു ഇളം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രമായിട്ട് വെക്കുന്ന ഒരു ചെടിയാണ്. നമ്മൾ ബാൾസം പ്ലാന്റ് എങ്ങനെയാണോ അതേപോലെ കെയർ ചെയ്യേണ്ട ഒരു ചെടിയും കൂടിയാണ്. നമ്മൾ വളർത്തിയെടുക്കുന്നത് ഇതിൻ്റെ വിത്ത് വെച്ചിട്ടാണ്. ഇതിൻ്റെ വിത്ത് നമ്മൾ ഈ ചെടി നാശമായി കഴിയുമ്പോൾ ഈ ഒരു പോട്ടിൽ തന്നെ നമ്മൾ നട്ടു വെക്കുന്ന ഏത് പോട്ടാണോ ആ പോട്ടിൽ തന്നെ ഇതിൻ്റെ വിത്ത് ഉണ്ടാവും. ആ വിത്ത് എടുത്തിട്ട് നമ്മൾ വേറൊരു പോട്ടിലേക്ക് പാകിയിട്ടാണ് നമ്മൾ ഈ ഒരു ചെടി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞ് ബേബി പ്ലാന്റ്സ് ഇതിൻ്റെ വേര് ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടാകും, കുഞ്ഞുതായിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു ചെടിയിൽ നിന്ന് പിന്നെ പറിച്ചെടുത്തതിന് ശേഷം വേറൊരു പോട്ടിലേക്ക് നമുക്ക് മാറ്റി നട്ട് വെക്കാവുന്നതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി ഒരുപാട് വളർന്ന് മേൽഭാഗമൊക്കെ ചെടിയുടെ ഇലഭാഗങ്ങളൊക്കെ ഒന്ന് കരിഞ്ഞ് ഉണങ്ങി വരുന്നത് കാണുവാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മേൽഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വേറെ ചെടി അതിൽ നിന്ന് തന്നെ വളർന്നു വന്നോളും, വേറെ പൊട്ടിമുളച്ച് അതിൻ്റെ അകത്ത് നിന്ന് തന്നെ വന്നോളും. ഈ ഒരു കളറുകളിലുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്ന കുഞ്ഞ് പ്ലാന്റ്സിൽ നിന്നാണ് ഇത്രയും വലുപ്പത്തിൽ നിന്ന് ഇത്രയും ചെടിച്ചട്ടി നിറച്ചും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഈ ഒരുപാട് നിറച്ചും പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ തന്നെ. ഈ ഇത്രയും ഭംഗി ഇത്രയും എടുപ്പിലാണ് നമ്മൾ ആ കുഞ്ഞൊരു ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. എന്ത് രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇത്രയും നിറച്ചും പൂക്കൾ നമുക്ക് ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളാണ്. അത്രയ്ക്ക് നല്ലൊരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഒരു ഒറ്റ കൊമ്പിൽ നിന്നാണ് ഇത്രയും വലിയ ചെടിച്ചട്ടി നിറച്ച് ഈ ഒരു ചെടി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. ഈ ഒരു കളറിലുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. 370 രൂപയ്ക്ക് 10 കളറുകളാണ് കൊടുക്കുന്നത്. ഒട്ടും മിസ് ചെയ്യരുത്. കാരണം ഇതിപ്പോൾ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നൊരു ചെടിയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. ഇത്രയും റേറ്റ് കുറച്ചിട്ട് കിട്ടുമ്പോൾ ഒട്ടും മിസ് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. നല്ലൊരു അടിപൊളി കോംബോ ആണ് വരുന്നത്. അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സിൽ ഹൈബ്രിഡിൽ വരുന്നത് നല്ലൊരു അടിപൊളി കോംബോ ആണ്. നല്ലൊരു അടിപൊളി കോംബോ ആണ് വരുന്നത്. അപ്പോൾ 10 കളറുകളാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിഗോണിയയിൽ വരുന്ന കുറച്ച് വെറൈറ്റീസാണ്. അപ്പം നമ്മുടെ ബിഗോണിയയുടെ കുറച്ച് കളക്ഷൻസാണ്. 100 രൂപയാണ് ഒരു പോട്ടിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത്. ഒരു ചെടിയുടെ റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസാണ് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കളേഴ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് ഒന്ന് പരിചയപ്പെടുത്തി തരുന്നത് മാത്രമാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു കളക്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു കളക്ഷൻസിലുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്.
അപ്പോൾ ഈ ഒരു കളക്ഷൻ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗോണി ഒരുപാട് ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്ലാന്റ് ഒരു ഫോട്ടോസ് അയച്ചു തരാം എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ചത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ബിഗോണീൻ്റെ ഒരു വീഡിയോ ഇടുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും. 100 രൂപയാണ് ഒരു പോട്ടിന് വരുന്ന റേറ്റ്. അതായത് പ്ലാന്റിന് വരുന്ന റേറ്റ് 100 രൂപയാണ്. ബിഗോണി ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു ചെടിയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ ഈ ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ബിഗോണിയുടെ ഒരു കളക്ഷൻസിനൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക എന്തായാലും. അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ബിഗോണിയൻ്റെ ഉള്ളത്. അപ്പോൾ പ്ലാൻസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടുന്നു.